വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് ഒരു ക്ലാസ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ഡിസംബർ 28-ന് നമ്മുടെ 10th ലെവൽ പ്രിലിംസ് ആരംഭിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 10th ലെവൽ പ്രിലിംസിന് ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ രൂപീകരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, ഞങ്ങൾ നന്നായി പഠിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് LDCക്ക് നല്ലൊരു മാർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്ക് നേടാൻ എനിക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ വളരെ കുറവ് മാത്രം പഠിക്കുന്ന കുട്ടികൾ വരെ നല്ല മാർക്ക് നേടി, എനിക്ക് എന്തുകൊണ്ട് മാർക്ക് നേടാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിച്ചു. ചിലർ വളരെ വിഷമത്തിലാണ്, ഇനി ഞങ്ങൾ പഠിക്കണേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത, നമ്മൾ പഠിപ്പ് നിർത്തി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നാൽ ഇനി പഠിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. കാരണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, LKGയിൽ നമ്മൾ കൊണ്ട് കുട്ടികളെ ആക്കിയ പോലെ വീണ്ടും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത്. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അതായത് എന്താണ് സിലബസ് എന്ന് മനസ്സിലാക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ നടത്തിയില്ല, ഒരു ശാസ്ത്രീയ പഠനം നടത്തിയില്ല, എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് പ്രധാനപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളാണ് സിലബസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം, അത് പഠിക്കുക. പ്രധാനപ്പെട്ട ഏത് ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, അതിൽ തന്നെ ഏത് മേഖലയ്ക്കാണ് PSC കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കൂടുതൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കണേ, അത് നമ്മളത് മനസ്സിലാക്കാം. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളും കൂടെ നമ്മളൊന്ന് ഫോളോ ചെയ്യാം. ഇത്രയും ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യണം, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം, അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ കറണ്ട് അഫയേഴ്സും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ച് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് നേടാൻ പറ്റും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും എന്നുള്ളതാണ്. പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 60 ഡേയ്സ് പ്ലാനാണ്. ആ 60 ഡേയ്സിൽ ഈക്വലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് 60 ഡേയ്സ് കൊണ്ട് എങ്ങനെ തീർക്കാം ഓരോ ടോപ്പിക് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ദിവസവും ഏതൊക്കെ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ പോലെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 60 ഡേയ്സ് കൊണ്ട് തീരാൻ പറ്റും. അതായത് ഇപ്പോൾ നാളെ നമ്മൾ തുടങ്ങുകയാണ്, ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ഡിസംബർ 11-ാം തീയതി 60 ദിവസം നമ്മുടെ അവസാനിച്ച് ഡിസംബർ 11-ാം തീയതിയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിൽ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം. നമുക്ക് ഡിസംബർ 28-നാണ് വരണേ. ഡിസംബർ 28-ന് ഏത് ജില്ലക്കാർക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്ക് പിന്നെയും സമയം കിട്ടുന്നുണ്ട്. ഒരു മാർച്ചൊക്കെ ആയിട്ടേ മെയിൻസ് വരുള്ളൂ. അപ്പോൾ മെയിൻസിന് അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ പഠിച്ചതിൻ്റെ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ സിലബസ് ഭംഗിയായിട്ട് മനസ്സിലാക്കി ആ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത്, ആ കേരളവുമായി ബന്ധപ്പെട്ടത്. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്തിനാ ടീച്ചറെ ഈ കലാപമൊക്കെ പഠിക്കണേ, കലാപത്തിൽ പഠനതാണ്, അപ്പോൾ അത് പഠിക്കണം. ആ ടോപ്പിക്കുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിൽ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, അതൊക്കെ മനസ്സിലാക്കി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾ നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസാണ്. സെക്രട്ടേറിയറ്റ് OA 8 ലക്ഷത്തോളം കുട്ടികൾ അപേക്ഷിച്ചിട്ടുള്ള ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് OA. ഇനി ഇത് സെക്രട്ടേറിയറ്റ് OA പോലെ തന്നെയാണ് ലാബ് അസിസ്റ്റൻറ്റിൽ. അതുപോലെ തന്നെ പിന്നെ ഉണ്ട് 1-2 എക്സാം, പക്ഷേ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട എക്സാമുകളാണ്. അപ്പോൾ LDC ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് അത് നല്ലൊരു ചാൻസാണ്. ലാസ്റ്റ് ഗ്രേഡ് എഴുതുന്നവർക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതാൻ പറ്റിയ ഒരു 10th ലെവൽ പ്രിലിംസാണ്, അവർക്ക് അതിനേക്കാൾ നല്ല ചാൻസാണ്. അപ്പോൾ അതിന് എങ്ങനെ ഭംഗിയായി പഠിക്കണം എന്നുള്ളതാണ് സ്റ്റഡി പ്ലാനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഞാനൊരു 8 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഇവിടെ തയ്യാറാക്കിയത്. അതായത് ബോർഡും എഴുതിയിരിക്കുന്നത് ഇങ്ങനെ 60 ഡേയ്സ് പ്ലാൻ ഉണ്ട്. ഓരോ ആഴ്ചയിലത്തെയും ഒരാഴ്ചയിലത്തെ സ്റ്റഡി പ്ലാൻ മതിയോ, അല്ലെങ്കിൽ മൊത്തം 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ വേണമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. മൊത്തം വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ 60 ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ആവും, അല്ലെങ്കിൽ ഓരോ 7 ദിവസം കഴിയുമ്പോൾ അടുത്ത 7 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ അങ്ങനെ ഇടാം. അപ്പോൾ നമ്മൾ 60 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഒക്ടോബർ 13, അതായത് നാളെ നമുക്ക് ക്ലാസ് തുടങ്ങി ഡിസംബർ 11 വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അതിൽ ക്ലാസ്
ഡേ നാളെ നമ്മൾ പഠിക്കാൻ പോണത് 1857 വിപ്ലവമാണ്. നമുക്കറിയാം 1857 വിപ്ലവം ഇല്ലാത്തൊരു പരീക്ഷ ഇല്ല എന്നുള്ളത്. അപ്പൊ 1857 വിപ്ലവം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പ്ലസ് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചും പഠിക്കും. ബേസിക് ഫാക്ട്സ് ഓഫ് കേരള എല്ലാവർക്കും അറിയണം. കുറെ പേർക്ക് അറിയുന്നുണ്ട്, കുറെ പേർക്ക് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് ഒന്നും, എത്ര പഞ്ചായത്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സംസ്ഥാന മൃഗം എന്താണ്, അങ്ങനെ കുറെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 1857 വിപ്ലവം കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ ഫസ്റ്റ് ഡേ പഠിക്കുന്നു. സെക്കൻഡ് ഡേയിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് 10th പ്രിലിംസിന് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട സംഘടനകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ അന്ന് പഠിക്കും സെക്കൻഡ് ഡേയില്. കൂടാതെ കേരളത്തിലെ നദികള്, കായലുകള് തുടങ്ങിയ പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് നോക്കാം. ഇനി ഡേ 3 നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഇതൊക്കെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കും. എടുത്തു പറഞ്ഞിട്ട് കേരളത്തിലെ മത്സ്യബന്ധനം പഠിക്കണം എന്ന്. അപ്പൊ കേരളത്തിലെ മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കും. അപ്പൊ നമ്മള് ഒന്നാമത്തെ ദിവസം, അതായത് നാളെ 1857 വിപ്ലവം, അന്ന് തന്നെ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ 2 ടോപ്പിക്ക് പഠിക്കണം. രണ്ടാമത്തെ ദിവസം ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലെ ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും. ഇനി കേരളത്തിലെ നദികൾ, കായലുകൾ. മൂന്നാമത്തെ ദിവസം മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും കേരളത്തിലെ മത്സ്യബന്ധനം. അപ്പൊ കേരളത്തിലെ ഓരോ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് കമ്മീഷനുകൾ, അതായത് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷനുകളൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതും പഠിച്ചു. ഡേ 4 നമ്മൾ വിവരാവകാശ കമ്മീഷനും കേരളത്തിലെ വൈദ്യുത പദ്ധതികളും പഠിക്കും. ഏതൊക്കെ വൈദ്യുത പദ്ധതികളാണ് ഉള്ളത്. അപ്പൊ വിവരാവകാശ കമ്മീഷൻ പ്ലസ് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ കഴിയുമ്പോൾ 4 ദിവസം ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. അതാണ് പ്രധാനം. അതായത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു റെക്കോർഡ് ക്ലാസ് ഇട്ടു, അല്ലെങ്കിൽ 1-2 റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തന്നു. എന്താ പറയാ, വിപ്ലവത്തെ കുറിച്ച് ക്ലാസ് തന്നു, അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് ക്ലാസ് തന്നു, ഞാൻ പഠിക്കാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചില്ല വെച്ച കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ 4 ദിവസം കഴിയുമ്പോൾ ഈ 4 ദിവസത്തെ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. അതാണ് പ്രധാനം. ഇനി അതുപോലെ തന്നെ 5ാമത്തെ ദിവസം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ കുറിച്ച് പഠിക്കും. ദേശീയ ഗാനം, അതുപോലെ എന്താ പറയാ ഗീതം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കില്ലേ, ദേശീയ പക്ഷി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി അപ്പൊ നമ്മൾ സയൻസിലേക്ക് വന്നിട്ടില്ല. അപ്പൊ സയൻസിലേക്ക് വരണം, അതിൽ ബയോളജിയിലേക്ക് വരണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബയോളജി സയൻസ് ആണ്. ബയോളജിയിൽ എന്താ പഠിക്കണേ? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും 5ാമത്തെ ദിവസം പഠിച്ചു കേട്ടോ. 6ാമത്തെ ദിവസം ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വന്നു. അയിരുകളും ധാതുക്കളും പഠിച്ചു. ഇത്രയും ദിവസം നമ്മൾ മാത്സ് പഠിച്ചില്ല. അപ്പൊ നമ്മളൊരു LCM HCFുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഡേ 7 നമ്മൾ നവോത്ഥാനം, കേരള നവോത്ഥാനത്തിലെ തൈക്കാടയ്യ, അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമി, ചാവറച്ചൻ, വൈകുണ്ഠ സ്വാമി, അങ്ങനെയുള്ള ആൾക്കാർ 4 പേരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഒന്ന് വൈകുണ്ഠ സ്വാമി, ചാവറച്ചൻ, തൈക്കാടയ്യ, ബ്രഹ്മാനന്ദ ശിവയോഗി, അങ്ങനെ 4 നവോത്ഥാന നായകന്മാരും. ഒക്ടോബർ എന്നാണ് നമുക്ക് ക്ലാസ് തുടങ്ങണേ? ഒക്ടോബർ 13-നാണെങ്കിലും ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 19 വരെ ന്യൂസ് പേപ്പറുകളിൽ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡേ 7 കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ എന്താ പറയുന്നത്, ഒക്ടോബർ 19 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ പഠിക്കും. ഇത്രയാണ് ഡേ 7 വരെയുള്ള കാര്യങ്ങൾ. ഇനി ഡേ 8 ടോപ്പിക് അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്രയും നാൾ എന്താണോ പഠിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഡിസ്കസ് ചെയ്യണോ, അല്ലെങ്കിൽ ഡേ 8 ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? അടുത്ത ദിവസം എങ്ങനെ വേറെ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് 2 ടോപ്പിക്കുകളായിട്ട് പഠിച്ചാൽ മതിയോ? മാത്സോ സയൻസോ അല്ലെങ്കിൽ ജിക്കോ, അങ്ങനെ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ചെയ്യാം. റിവിഷൻ എപ്പോഴും പഠനം എന്നതിനേക്കാൾ ഉപരി പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. റിവിഷനുകൾ എത്രമാത്രം നടത്തുന്നു അതനുസരിച്ച് നമുക്ക് നല്ല മാർക്കുകളിൽ എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞാൻ 8 ദിവസത്തെ ഒരു പ്ലാനാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇത് 60 ദിവസത്തെ പ്ലാനായിട്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് 60 ദിവസം ഒരുമിച്ച് കിട്ടണോ, അല്ലെങ്കിൽ ഓരോ 7 ദിവസം കഴിയുമ്പോൾ ഇങ്ങനത്തെ റിവിഷൻ തന്ന അടുത്ത 8 ദിവസത്തേക്കുള്ള പ്ലാൻ ഇട്ടാൽ മതിയോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് 60 ദിവസം കൊണ്ട് നേടാം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, പല കുട്ടികളും പറഞ്ഞിട്ട്
ടീച്ചറെ എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ, ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ എന്നെക്കാൾ എന്താ പറയുക 10th-ലും +2-നും ഒക്കെ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ വരെ എത്ര മാർക്കാണ് വാങ്ങി, അങ്ങനെ അത് അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മൾ വലിച്ചു വാരി കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിച്ചപ്പോൾ അവർ എന്താണ് സിലബസ് എന്ന് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു. അതാണ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ ഒപ്പം ഈ 7 ദിവസത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒപ്പം നമ്മൾ ഏകദേശം ഈ ഒരു എന്താ പറയുക 10-20 ദിവസം കഴിയുമ്പോഴേക്കും കുറേ ഭാഗങ്ങൾ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ SCERT കൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 1957 വിപ്ലവം ഓൾറെഡി പഠിച്ചു വെച്ചേക്കണത്. അപ്പോൾ SCERT കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഒരു ദിവസം ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് PDF രൂപത്തിൽ ഞാൻ കാണിച്ച് അങ്ങനെ ക്ലാസ് എടുത്ത് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ SCERT കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതായത് 10th പ്രിലിംസിനുള്ളത്. അപ്പോൾ പിന്നെ 10th പ്രിലിംസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ മെയിൻസിനുള്ളത് അഡീഷണൽ ഉള്ളത് മാത്രം നമ്മൾ അത് കഴിഞ്ഞാൽ പഠിച്ചാൽ മതിയല്ലോ. അപ്പം ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും. അതായത് ഞാൻ തരുന്ന ക്ലാസ്സുകൾ ഭംഗിയായിട്ട് പഠിക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇത്രയും എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ക്ലാസ് നിങ്ങൾ മുന്നോട്ട് പോയി പഠിച്ചു നോക്കൂ. നിങ്ങൾ നേടാൻ പറ്റും തീർച്ചയായിട്ടും. എത്ര രൂപ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. അതായത് പേയ്മെൻറ്റ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോളൂ, പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ സാധിക്കാത്ത കുട്ടികൾ, വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾ, ക്ലാസ്സിന് പോകുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു രീതി അവർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. ഈ പ്ലാനിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഞാൻ 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നൊരു ഉത്തമ എൻ്റെ കൂടെ നിങ്ങൾ 60 ദിവസം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിംസിൽ ലിസ്റ്റിൽ നേടാൻ പറ്റും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ പറയണ പോലെ നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം. അതായത് ആദ്യം 1-2 ദിവസം ഒരു ശുഷ്കാന്തിയോടുകൂടി വന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒട്ടുമുക്കാൽ കുട്ടികളും ഡിസംബറിലെ പരീക്ഷ കുറേ നാൾ മുമ്പ് പറഞ്ഞതാണ് നമ്മൾ വരും 10th പ്രിലിംസ് വരുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, PSC പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡിസംബർ എന്നാന്ന് അറിയട്ടെ. LGSും കൂടെ കുറച്ചും കൂടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ എന്നാ അറിഞ്ഞിട്ട് പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവരൊക്കെ പോന്നോളൂ. അതായത് ഡേറ്റ് നമുക്ക് മനസ്സിലായാലും ഇന്ന ദിവസമാണെന്നുള്ളത്. അപ്പോൾ എന്നാ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ പഠിക്കുക. നിങ്ങൾ എന്നാന്ന് അറിഞ്ഞു ഇനി ഞാൻ വൈകിയോ, എനിക്കിനി കിട്ടുമോ, യാതൊരുവിധ ടെൻഷനും വേണ്ട. ആരും വൈകിട്ടില്ല കേട്ടോ, വൈകിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. 60 ഡേയ്സ് കൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രിലിംസ് നേടാനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ മുതൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി തുടങ്ങുകയാണ്. ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുക. നോട്ട് എഴുതി എടുക്കാമെന്നാണ് ഞാൻ പറയാം. ഒരു PDF-നേക്കാൾ നല്ലത് എപ്പോഴും നോട്ട് തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. നിങ്ങൾക്ക് ഓരോ ഏത് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ജോഗ്രഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു നോട്ട്, ആ നോട്ട് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെ അതിനൊപ്പം പേനയും പുസ്തകമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് എഴുതി പോവുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്ലാസ് കാണണമെന്നില്ല, ക്ലാസ് കാണുന്നുള്ളവർക്ക് കാണാം, നോട്ട് പഠിക്കാനുള്ളവർക്ക് നോട്ട് പഠിക്കാം. എപ്പോഴും വേണം നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഓടി വന്നൊന്ന് എടുത്തു നോക്കാൻ. നമുക്കൊരു നോട്ട് രൂപത്തിലുള്ളൊരു പഠനം എപ്പോഴും നമുക്കത് ഗുണം ചെയ്യുള്ളൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. നിങ്ങളുടെ സമയം അവിടെ പോയി നിങ്ങൾ വിചാരിക്കരുത്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയുള്ളൂ. അപ്പോൾ ഒരു നോട്ടൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കുക. ഇനി ഞാൻ ഓരോ ടോപ്പിക്കും ഓരോ ദിവസവും ആ ടോപ്പിക് വൈസ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു റാങ്ക് ഫയൽ, കുറേയൊന്നും വേണ്ട, ഒറ്റ റാങ്ക് ഫയൽ അതുമായി ബന്ധപ്പെട്ട് ടീച്ചർ പറഞ്ഞത് കൂടി ഉണ്ടോ. അപ്പോൾ ആ റാങ്ക് ഫയലുമായിട്ട് നമ്മളൊന്നൊരു പരിചയം വന്നു, അതും കൂടി ഒന്ന് നോക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ഞാൻ പറയും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അതും ഞാൻ പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ നമ്മളൊരു PSC പരീക്ഷ എഴുതുന്നത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടൈമറൊക്കെ വെച്ച് കൃത്യസമയം 1.25 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. അത് ബബിൾസ് നമ്മൾ കറപ്പിച്ച് തന്നെ ചെയ്യാം. നമുക്കത് OMR ഷീറ്റൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ദിവസം ചെയ്തു, ചിലപ്പോൾ നമുക്ക് 15 മാർക്ക് കിട്ടിയുള്ളൂ, മതി. അതായത് അറിയേണ്ടത് മാത്രം ചെയ്യുക. വെറുതെ നിങ്ങൾ കറപ്പിച്ച് വിടരുത്.
അറിയണത് മാത്രം ചെയ്യുക. എന്നിട്ട് എനിക്ക് അറിയാത്ത ഭാഗം ഏതാണ്, പിറ്റേ ദിവസം നമുക്ക് 20 മാർക്കാവും, 25. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് എനിക്ക് അറിയാത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എനിക്ക് തെറ്റ് വന്നിട്ടുള്ളത്, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് PSC ചോദിക്കുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുസ്തകം നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ടുള്ളൊരു പഠനം നടത്തി കഴിഞ്ഞാൽ 2025 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി നേടാൻ പറ്റും. കാരണം ഇപ്പോൾ പരീക്ഷ ചെയ്ത് ഇപ്പോൾ നേടാൻ പറ്റില്ലല്ലോ, അടുത്ത വർഷമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 2025 ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്റ്റഡി പ്ലാനിൻ്റെ ഒപ്പം നമുക്ക് ഒരുമിച്ച് പോവാം, ഒരുമിച്ച് എല്ലാവർക്കും ജോലിയിൽ എത്താനും സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതാണെന്ന് തോന്നി വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഭംഗിയായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 8 മണിക്ക് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് സ്റ്റഡി പ്ലാനിലെ ഫസ്റ്റ് ഡേയിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് 1857 റിവോൾട്ടും അതുപോലെ തന്നെ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.